ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള സ്റ്റിക്കർ ബുക്സിൻ്റെ കളക്ഷനാണ്. ഞാൻ ആർട്ട് ജേർണലിന് വേണ്ടിയിട്ട് പല സ്റ്റോഴ്സിൽ നിന്ന് പല ടൈമിലായിട്ട് വാങ്ങിച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. ഈ ഫസ്റ്റ് കാണിക്കുന്ന ഈ ബട്ടർഫ്ലൈ സ്റ്റിക്കേഴ്സ് ആക്ച്വലി ഞാൻ ഷീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൽ ബട്ടർഫ്ലൈസ് മാത്രമല്ല കേട്ടോ, പല പല പ്ലാന്റ്സും ലീവ്സും ഫ്ലവേഴ്സും ഒക്കെ ഒരു ഗോൾഡൻ ഗ്ലിറ്റർ തീമിലാണുള്ളത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ കാണിക്കുന്ന ടെസ്റ്റ് സ്റ്റിക്കേഴ്സാണ്. ഇത് ടെമു എന്ന് പറയുന്ന സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അതുപോലെ കുറേ ഐറ്റംസ് ഞാൻ ടെമുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. കാരണം ടെമുന്ന് ഉള്ളതൊക്കെ ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള സ്റ്റിക്കേഴ്സാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ ബുക്കൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ഈ കാണിക്കുന്ന സ്റ്റിക്കർ ബുക്ക് എൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റിക്കർ ബുക്ക് എന്ന് തന്നെ പറയാം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് കവായി സ്റ്റിക്കേഴ്സ് അന്ന് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു ബുക്കായിരുന്നു ഇത്. അതിപ്പോഴും കുറേ ബാലൻസ് ഉണ്ട്, അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇനി ഈ കാണിക്കുന്നതും ടെമുന്ന് വാങ്ങിച്ചതാണ്. ഇതൊരു സീസൺ ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 4 സീസൺസിന് ഇത് സെറ്റായിട്ടല്ല, ഞാൻ പല ടൈമിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതൊരു ബീച്ച് പിങ്കിഷ് വൈബ്സ് ആണ്. അടുത്തത് കാണിക്കാൻ പോകുന്നത് ഓട്ടം സീസണുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒക്കെ ഒരു ഓറഞ്ച് റെഡ് ബ്രൗൺ കളറിലായിരുന്നു കേട്ടോ. അടുത്തത് കാണിക്കാൻ പോകുന്നത് സ്പ്രിംഗ് സീസണിൻ്റെ ആണ്. ഈ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു പച്ചമയാണ്. ഇതിൽ പേജ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ളതിനൊക്കെ ഒരു 10-20 പേജ് ഉണ്ട്. ഈ കാണിക്കുന്നത് വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാം ഒരു ബ്ലൂ വൈറ്റ് കളറായിരിക്കും കേട്ടോ. ഇതാണ് ഏറ്റവും ഞാൻ ലീസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഡോളറാമ എന്ന് പറഞ്ഞിട്ട് സ്റ്റോർ ഉണ്ട്. അതിൽ ക്രാഫ്റ്റ് സെക്ഷനിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസാണ് ഈ കാണുന്ന ഡൈ കട്ട് പാഡ്സ്. ഇതൊരു 3 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഡൈ കട്ട് പാഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇത് അടർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ പശ തേച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. അതൊരു പിങ്ക്, ഗ്രീന്, ഓറഞ്ച് ഇതൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇനിയും ഡൈ കട്ട് പാഡ്സ് ഉണ്ട്, പക്ഷേ ഞാൻ ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ. ഈ ഡോളറാമയിൽ ക്രാഫ്റ്റ് സെക്ഷനിൽ ഇടയ്ക്കിടയ്ക്ക് പല പല സ്റ്റിക്കേഴ്സ് ഇങ്ങനെ വരും. അങ്ങനെ മാറ്റി മാറ്റി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ എപ്പോൾ പോകുമ്പോഴും ഒരു 2-3 സ്റ്റിക്കർ ഷീറ്റുകൾ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. അതിനൊക്കെ $1 $2 അങ്ങനത്തെ ഒരു റേറ്റിൽ. ഈ കാണിക്കുന്ന ലാസ്റ്റത്തെ സക്കൂറ ഫ്ലവേഴ്സിൻ്റെ ഞാൻ ഷീനിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പാർട്ട് 1 ഓഫ് മൈ സ്റ്റിക്കർ കളക്ഷൻ. ഇനിയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, അത് ഞാൻ പാർട്ട് 2 കാണിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.